നെപ്പോ കിഡുകളുടെ വി.ഡി. സർക്കാർ മരുമനിസം കടത്തിവെട്ടിയെന്ന സോഷ്യൽ മീഡിയ. ഇടതുപക്ഷത്തിനെതിരെ ശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിലൂടെ അധികാരത്തിലെത്തിയ UDF മന്ത്രിസഭയിൽ നെപ്പോട്ടിസത്തിന്റെ നീണ്ട നിരയാണെന്നാണ് ഉയർന്ന പ്രധാന ആക്ഷേപം. മരുമോനിസം രണ്ടാം പിണറായി സർക്കാരിനെ കടന്നാക്രമിക്കാൻ അന്നത്തെ പ്രതിപക്ഷം ഏറ്റവും കൂടുതൽ ഉയർത്തിയ ആക്ഷേപമായിരുന്നു അത്. ബേപ്പൂരിൽ നിന്നും ആദ്യമായി നിയമസഭയിലെത്തിയ PA മുഹമ്മദ് റിയാസിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയതായിരുന്നു വിമർശനത്തിന്റെ ആധാരം. കഴിഞ്ഞ 5 വർഷവും ഈ ആരോപണം ശക്തമായി തന്നെ ഉയർത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇടതുപക്ഷത്തിനെതിരെ രാഷ്ട്രീയ പോരാട്ടത്തിലൂടെ അധികാരത്തിലെത്തിയ UDF മന്ത്രിസഭയിൽ നെപ്പോട്ടിസത്തിന്റെ നീണ്ട നിരയാണെന്നാണ് ഉയരുന്ന പ്രധാന ആക്ഷേപം. പുതിയ മന്ത്രിസഭയിലെ 6 അംഗങ്ങൾ മുൻ നേതാക്കളുടെ മക്കൾ ഉൾപ്പെടെയുള്ളവരാണ്. ഭരണം ലഭിച്ചപ്പോൾ മുൻ നിലപാട് മറന്നു എന്നാണ് സോഷ്യൽ മീഡിയ ഉയർത്തുന്ന ചോദ്യം. കോൺഗ്രസിലെ തലമുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ K. കരുണാകരന്റെ മകൻ K. മുരളീധരനാണ് പട്ടികയിലെ ആദ്യ പേരുകാരൻ. V.D. സതീശൻ ക്യാബിനറ്റിലെ ആരോഗ്യം വകുപ്പാണ് മുരളീധരൻ കൈകാര്യം ചെയ്യുന്നത്. കേരള കോൺഗ്രസ് ജേക്കബ് നേതാവും മുൻ മന്ത്രിയുമായ TM ജേക്കബിന്റെ മകൻ TN ജേക്കബിന്റെ മരണത്തിന് പിന്നാലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിലൂടെ നിയമസഭയിലെത്തിയ അനൂപ് ജേക്കബ് V.D. സതീശൻ മന്ത്രിസഭയിലും സുപ്രധാന വകുപ്പുകളുടെ ചുമതല ലഭിക്കും. മുസ്ലിം ലീഗിന്റെ ഏറനാട് MLA ആയ P.K. ബഷീർ മുതിർന്ന മുസ്ലിം ലീഗ് നേതാവായിരുന്ന KM സീതി ഹാജിയുടെ മകനാണ്. 5ഉം 6ഉം 7ഉം 8ഉം 9ഉം കേരള നിയമസഭകളിലെ അംഗവും 1991 K. കരുണാകരൻ മന്ത്രിസഭയിൽ ചീഫ് വിപ്പുമായിരുന്നു പത്തായക്കോടൻ സീതി ഹാജി. RSPയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ഷിബു ബേബി ജോൺ. രണ്ടാം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ തൊഴിൽ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയായിരുന്നു. RSPയുടെ സമുന്നത നേതാക്കളിൽ ഒരാളും ദീർഘകാലം സംസ്ഥാന മന്ത്രിയുമായിരുന്ന ഷിബു ബേബി ജോണും V.D. സതീശൻ മന്ത്രിസഭയിലുണ്ട്. V.E. അബ്ദുൽ ഗഫൂർ കഴിഞ്ഞ UDF സർക്കാരിലെ മുസ്ലിം ലീഗിൽ നിന്നുള്ള മന്ത്രി V.K. ഇബ്രാഹിം കുഞ്ഞിന്റെ മകനാണ് V.E. അബ്ദുൽ ഗഫൂർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടത് കോട്ടയായിരുന്ന കോങ്ങാട് നിയോജക മണ്ഡലം പിടിച്ചെടുത്ത K.A. തുളസി പാലക്കാട് MP V.K. ശ്രീകണ്ഠന്റെ ഭാര്യ കൂടിയാണ്. ഒരു വീട്ടിൽ നിന്നും MPയും MLAയും എന്ന അപൂർവതയും തുളസിയുടെ വിജയത്തിലുണ്ട്. ലത്തീൻ സഭയെ അനുനയിപ്പിക്കാൻ UDF മന്ത്രിമാരായ K. മുരളീധരനും CP ജോണും സഭാ ആസ്ഥാനത്തെത്തി. ലീഗിന് ഫിഷറീസ് വകുപ്പ് നൽകുന്നതിൽ സഭയ്ക്ക് കടുത്ത എതിർപ്പുണ്ട്. ലത്തീൻ അതിരൂപത ആസ്ഥാനത്തെത്തി മന്ത്രിമാരായ K. മുരളീധരനും CP ജോണും മന്ത്രിസ്ഥാനം സംബന്ധിച്ച് അതൃപ്തി പ്രകടമാക്കിയ ലത്തീൻ സഭയെ അനുനയിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് മന്ത്രിമാർ സഭാ ആസ്ഥാനത്തെത്തിയത്. ആർച്ച് ബിഷപ്പ് തോമസ് J. നെറ്റോയുമായി ഇരുവരും കൂടിക്കാഴ്ച നടത്തി. മന്ത്രിസഭയിൽ വകുപ്പ് വിഭജനം ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഫിഷറീസ് വകുപ്പിൽ ധാരണയായിട്ടില്ല. അതിനിടെയാണ് സന്ദർശനം. ലീഗിന് ഫിഷറീസ് വകുപ്പ് നൽകുന്നതിൽ സഭയ്ക്ക് കടുത്ത എതിർപ്പുണ്ട്. കടലിനെ അറിയുന്നയാൾ മന്ത്രിയാകണമെന്ന് ഇന്നലെ മുഖ്യമന്ത്രി V.D. സതീശനോടും സഭ ആവശ്യപ്പെട്ടിരുന്നു. ലത്തീൻ സഭ ആസ്ഥാനത്തെ സ്ഥിരം സന്ദർശകനാണെന്നും തിരുവനന്തപുരത്തെ 2 മന്ത്രിമാരായതിനാലാണ് CP ജോണുമൊത്ത് വന്നതെന്നും K. മുരളീധരൻ പറഞ്ഞു. മുഖ്യമന്ത്രിയോട് അവർ മന്ത്രിസ്ഥാനം സംബന്ധിച്ച ആവശ്യം പറഞ്ഞിരുന്നു. ഞങ്ങളോട് പ്രത്യേകം ഒന്നും സംസാരിച്ചിട്ടില്ല. ഈ ചർച്ചയിൽ അങ്ങനെ കാര്യങ്ങളൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. പരമാവധി സാമുദായിക പരിഗണന നൽകിയിട്ടുണ്ടെന്നും K. മുരളീധരൻ പറഞ്ഞു. പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾ അങ്ങനെ തന്നെ തുടരുകയാണെന്നും അത്തരത്തിലുള്ളവർ മുന്നിലേക്ക് വരണമെന്നും ലത്തീൻ അതിരൂപത വികാരി ജനറൽ യൂജിൻ പെരേര പറഞ്ഞു.